ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് വല്ലാതൊരു ലോ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ കുറച്ച് ടയർഡ് ആയതുപോലെ, ഫോണൊക്കെ റിങ് ചെയ്യുമ്പോഴും അത് എടുക്കാൻ തോന്നാതിരിക്കുക, അല്ലെങ്കിൽ മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യാൻ തോന്നാതിരിക്കുക, ഒരു മൂടി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ ചുറ്റും നിറയെ ആളുകൾ ഉണ്ടാകുമ്പോഴും എന്തോ ഒരു എംപ്റ്റിനെസ്, ഒരു ലോൺലി ആയി ഫീൽ ചെയ്യുക. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തോ നമ്മളെന്തോ ഒന്ന് തളരുന്നത് പോലെ, നമ്മൾ ഡ്രെയിൻഡ് ആവുന്നത് പോലെ. ഇപ്പോഴും ധാരാളം ആളുകൾ അവർ ജീവിക്കുന്നത് ഒരു സന്തോഷത്തിലല്ല, അവരെപ്പോഴും മെൻ്റലി ഓവർലോഡഡ് ആണ്. രാവിലെ നമ്മുടെ കണ്ണ് തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ മൈൻഡ് കിടന്ന് ഓടാൻ തുടങ്ങും. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലെ പ്രഷർ, റിലേഷൻഷിപ്പിലുള്ള കൺഫ്യൂഷൻസ്, കമ്പാരിസൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തുരുതുരാ വരാൻ തുടങ്ങുന്നുണ്ട് അല്ലേ. നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടാതാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ മെല്ലെ സ്ലോ ആവാൻ തുടങ്ങും. മുൻപ് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തു തീർത്ത കാര്യങ്ങളൊക്കെ വളരെ ഹെവി ആയിട്ട് തോന്നാൻ തുടങ്ങും. ചിലർ സഡൻലി അവരങ്ങ് സൈലൻ്റ് ആവും. ചിലർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. ചിലർ കുറേ പേരുടെ ഉള്ളിലിരിക്കുമ്പോഴും വളരെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും. സാധാരണഗതിയിൽ കൂടുതൽ ആൾക്കാരും ഇതിനൊരു നോർമലായിട്ടുള്ള സ്ട്രെസ്സായിട്ട്, സാധാരണ ടെൻഷനായിട്ട് കാണാറുള്ളൂ. ഇവരെല്ലാവരും തന്നെ അവരുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യും, സാധാരണ പോലെ സ്മൈൽ ചെയ്യും, മറ്റുള്ളവരോട് ഇടപെടും, തിരിച്ച് കളിച്ചുകൊണ്ട് വർത്തമാനം പറയും. പക്ഷേ അവരുടെ മനസ്സ് ഒരു പ്രഷർ കുക്കർ പോലെ ഉണ്ടാവും. മനസ്സിൽ പ്രഷർ ഇങ്ങനെ കൂടി 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 വരാൻ തുടങ്ങും. എപ്പോഴും വേണമെങ്കിലും പൊട്ടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രഷർ കുക്കർ പോലെ. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വല്ലാത്തൊരു നംനെസ്, എല്ലാത്തിനോടും ഒരു മരവിപ്പ് പോലെയുള്ള ഒരവസ്ഥ വരാറുണ്ട്. ഒന്നിനോടും ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഒന്നിനോടും ഒരു ഡീപ്പ് കണക്ഷൻ, ഒരു ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഒന്നിനോടും തോന്നില്ല. മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതം ഒരു ഓട്ടോമാറ്റിക് മോഡിലേക്ക്. ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഓഫീസിൽ നിന്ന് പോകുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുളിക്കുന്നു, ഒന്ന് റിലാക്സ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. എല്ലാ ദിവസങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടക്കുന്നത് പോലെ, വളരെ റുട്ടീനായിട്ട് യാന്ത്രികമായി സംഭവിക്കുന്നത് പോലെയാവും. സൈക്കോളജിയിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരാളുടെ മനസ്സും ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് അങ്ങ് തകർന്നു പോവില്ല. മെല്ലെ മെല്ലെയാണ് ആ തകർച്ച സംഭവിക്കുന്നത്. ചില സമയത്ത് മനുഷ്യന് വേണ്ടത് അഡ്വൈസ് അല്ല, റെസ്റ്റാണ്. മോട്ടിവേഷൻ അല്ല വേണ്ടത്, കുറച്ച് ആശ്വാസമാണ് വേണ്ടത്. കാരണം തുടർച്ചയായിട്ട് ഇമോഷണലി, വൈകാരികമായി ചില ആൾക്കാരെ കണ്ടില്ലേ, അവർ വളരെ സ്ട്രോങ് ആയി നിൽക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരാണ്. ഈ തുടർച്ചയായിട്ട് നമ്മൾ ഈ സ്ട്രോങ് ആയി നിൽക്കാൻ ശ്രമിക്കുമ്പം നമ്മുടെ ബ്രെയിൻ മെല്ലെ മെല്ലെ വീക്കാവാൻ തുടങ്ങും. ഇപ്പോഴും നമ്മളൊരു ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക? ഫോൺ ഹീറ്റാവും, കുറച്ച് കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആവും, നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒന്നും കിട്ടില്ല. നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ് കേട്ടോ. റെസ്റ്റ് ഇല്ലാതെ, സൈലൻസ് ഇല്ലാതെ, ഇമോഷണലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തകരാൻ തുടങ്ങും, മനസ്സ് ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചിലപ്പോഴും നമ്മൾ ഏറ്റവും പക്വതയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ആ വേഗത ഒന്ന് കുറയ്ക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, കുറച്ച് ബ്രീത്ത് എടുത്ത് വിടുക, കുറച്ച് സമയം നിശബ്ദമായിരിക്കുക, കുറച്ച് സമയം നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് കേൾക്കുക. കാരണം നമ്മുടെ മനസ്സ് തകരുന്നതിന് മുൻപ് നമുക്ക് കുറേ സിഗ്നൽസ് കിട്ടുന്നുണ്ട്. നമ്മൾ ബിസി ആയതുകൊണ്ട് മനസ്സിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ല നമ്മൾ കേൾക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നിങ്ങൾ ആരും തന്നെ വീക്കല്ല. പിന്നെ കുറച്ച് കാലമായി തുടർച്ചയായിട്ട് വരുന്ന
മാനസിക സമ്മർദ്ദങ്ങൾ, ഇമോഷണൽ പ്രഷർ കൊണ്ട് നമ്മൾ വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ഫെയിലിയർ അല്ല. നമുക്ക് റെസ്റ്റ് വേണം തോന്നുന്നത് അത് മടി കൊണ്ടും അല്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് ഇതായിരിക്കും: എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, എനിക്ക് കുറച്ച് ശാന്തത വേണം, എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. നമ്മുടെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനെ കേൾക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ഒന്ന് വിശ്രമിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഊർജത്തിലേക്ക്, പഴയ ഉന്മേഷത്തിലേക്ക് എളുപ്പത്തിൽ തിരിച്ചെത്താൻ പറ്റും. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തോണം, ഷെയർ ചെയ്യണം. സാധാരണ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും മനസ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ വെൽബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അപ്പോൾ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.